ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാനായിട്ട് ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് ചോക്ലേറ്റ് ബ്രെഡ് പോക്കറ്റ്സ്. പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള, ഉള്ളിൽ നല്ല ചോക്ലേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ബ്രെഡ് പോക്കറ്റ്സ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബ്രെഡ് പോക്കറ്റ്സ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര എണ്ണമാണ് തയ്യാറാക്കാനുള്ളത് അതിനനുസരിച്ചിട്ട് ബ്രെഡ് എടുക്കാവുന്നതാണ്. ഈ 2 ബ്രെഡും ഓരോ ബ്രെഡും നമുക്ക് ഇതുപോലെ ഒന്ന് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കുക്കി കട്ടർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ബൗളോ അല്ലെങ്കിൽ ഗ്ലാസ്സോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം വരുന്ന ഈ ഒരു ബാക്കി പോർഷൻ നമ്മൾ കളയേണ്ട ആവശ്യമില്ല. നമുക്കിനി ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു സമയം ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബ്രെഡ് പീസ് നമുക്ക് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം. ഒന്നുകിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്താൻ ഉപയോഗിക്കുന്ന കോല് വെച്ചിട്ട് നമുക്ക് പരത്തി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബൗൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 ബ്രെഡ് പീസും ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് ആണ്. അപ്പൊ ഞാൻ ഇതാ ഈ ഒരു മിൽക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഏത് ചോക്ലേറ്റ് ആണോ ഉള്ളത് നമുക്കത് എടുക്കാവുന്നതാണ്. ഇനി ആ ചോക്ലേറ്റിൽ നിന്ന് ഇതുപോലെ ചെറിയൊരു പീസ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു ബ്രെഡ് പീസിന്റെ മുകളിലായിട്ടൊന്ന് വെച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ബ്രെഡിന്റെ സൈഡിലായിട്ട് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. വെള്ളം നനച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ബ്രെഡ് ഒന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. അതിലേക്ക് വേണ്ടിയിട്ടാണ് വെള്ളം നനച്ചു കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ബ്രെഡും സൈഡൊക്കെ ഒന്ന് വെള്ളം നനച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ചോക്ലേറ്റിന് മുകളിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് നല്ലതുപോലെ ഒന്ന് ചേർത്ത് എടുക്കാം. സൈഡൊക്കെ ഒട്ടും തന്നെ പൊളിഞ്ഞു പോകാത്ത രീതിക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ചേർത്ത് ഒന്ന് പ്രസ് ചെയ്തൊന്ന് അടച്ച് എടുക്കാം. നമ്മൾ വെള്ളം നനച്ചു കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ബ്രെഡ് ഒന്ന് ഒട്ടിപ്പിടിച്ചിരുന്നോളും. പിന്നെ നമ്മൾ വെള്ളം നനച്ച് എടുക്കുന്ന സമയത്ത് ഒരുപാട് നനവ് കൂടി പോകാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബ്രെഡ് പൊളിഞ്ഞു പോകും. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 മുട്ടയൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഈ ബ്രെഡ് നമുക്ക് എടുത്ത് മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പോൾ ബാക്കി വന്നിട്ടുള്ള ആ ഒരു ബ്രെഡ് പീസും അതുപോലെ തന്നെ 2 മുഴുവൻ ബ്രെഡും കൂടെ ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഈ ഒരു ബ്രെഡ് പൊടി. നമ്മുടെ കയ്യിൽ ബ്രെഡ് ക്രംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു ബ്രെഡ് പൊടി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബ്രെഡ് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ചൂടിലായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ബ്രെഡ് പൊടി വെച്ചിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് നമുക്ക് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരേക്കും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും നല്ലതുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ ചോക്ലേറ്റ് ബ്രെഡ് പോക്കറ്റ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.